ഡോക്ടർ ആരിഫ് ഹുസൈൻ, ആ, എന്തുകൊണ്ടാണ് ഈ നമ്മുടെ കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോയത് എന്നത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം എന്തിനാണ് ഇയാൾ കേരളത്തിൽ വന്നത് എന്നത് വളരെ വ്യക്തമാണ്. NIA-യുടെ കുറ്റപത്രത്തിലും വളരെ കൃത്യമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ആധികാരികമായി NIA ഈ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വളരെ കൃത്യമായി ഇയാൾ എന്തായിരുന്നു, ഇയാളുടെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി വെളിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? നമ്മുടെ ഇടത് വലത് മുന്നണികൾ ഇതേക്കുറിച്ചൊന്നും മിണ്ടാതെ പോകുന്നത്? ഇതിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പില്ലേ? മാധ്യമങ്ങൾ ചർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇനി പ്രസക്തമല്ലല്ലോ. കാരണം ജനം TV ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ചെയ്ത് തുടങ്ങിയല്ലോ. അതെ, ഇതൊരു തുടക്കമാണ്. അതാ ഞാൻ പറയാറ് എപ്പോഴും. അതായത് നമ്മുടെ നാട്ടിൽ ഞാൻ ഒരു കുറച്ച് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടേ ഉള്ളൂ. അത് ഈ സുഡിയോ ബഹിഷ്കരണവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിഷയത്തിൽ നമ്മൾ അവിടെ കണ്ടത് എന്താണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണോ ഈ പറയുന്ന വിഷയത്തിൽ അവിടെ ആ ഒരു ഇസ്ലാമിക ഇരവാദ കൂട്ടങ്ങൾ ഉദ്ദേശിച്ചത് അത് നടന്നില്ല, അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ചീറ്റിയത്? അതായത് പൊതുസമൂഹം ഉണർന്ന് ഈ വിഷയത്തെ അവരെ ഏറ്റെടുത്ത് ആ ഒരു നീലക്കുറുക്കൻ വാദവുമായി മുന്നോട്ട് വന്ന് അങ്ങനെ ഒരു ബഹിഷ്കരണ ആഹ്വാനമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അത് നാട്ടുകാർ പൊളിച്ചു കൊടുത്തപ്പോൾ എന്താ ഉണ്ടായത്? അവർ പ്രതീക്ഷിച്ച പോലെ ഒരു വലതുപക്ഷം അവിടെ വരുന്നു, സംഖ്യകൾ വരുന്നു, എന്നിട്ട് അത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്ന രീതിയിൽ അവർ പ്രതീക്ഷിച്ച് അതൊരു വലിയ ചർച്ചയാകുമെന്നൊക്കെ വിചാരിച്ച സാധനത്തെ ഒന്നും ഉണ്ടായില്ല. നാട്ടുകാർ കടയിൽ കയറി സാധനം വാങ്ങി അതങ്ങ് പൊളിച്ചു കൊടുക്കുക ചെയ്തത്. എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയം ഇസ്ലാമിക തീവ്രവാദം, ഇതും നമ്മുടെ നാട്ടില് പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ എന്തുകൊണ്ട് അത് മറ്റുള്ള ആളുകൾ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊട്ടാൽ വളരെയധികം കൈപൊള്ളുന്നൊരു വിഷയമാണ്. അത് സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുടെയും പല സംഗതികളും അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് വരും. അതെല്ലാവർക്കും സാധിക്കില്ല. ടു കോൾ എ സ്പെയ്ഡ് ഇവിടെ സൂചിപ്പിച്ചു, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം നമ്മളൊക്കെ ആ രീതിയിൽ വലിയ വീര പരിവേഷം നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങനെ പറയുന്നു എന്നതിൻ്റെ പേരിലാണ്. എന്നാൽ അത് പറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന എന്താണ്? വധഭീഷണിയായിട്ടും അതുപോലെ മറ്റു കൊലവിളികളായിട്ടുള്ള ആഹ്വാനങ്ങളാണ് നമുക്കെതിരെ ഉണ്ടാവുന്നത്. ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ ഉണ്ടാവുന്ന ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിഷയം പറയുമ്പോൾ അത് മാധ്യമ സ്ഥാപനത്തിനെതിരെയുള്ള വിഷയമായിട്ട് മാറുകയാണ്. അവർക്കെതിരെയുള്ള ബഹിഷ്കരണ ആഹ്വാനം പണ്ട് ഇവിടെ അത് നമ്മൾ കണ്ടതല്ലേ. മാതൃഭൂമിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആഹ്വാനം, മനോരമയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള ആഹ്വാനം, ഇതെല്ലാം നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ സൈഫി ചെയ്ത വിഷയം, അത് കാഫിറുകളെ കൊന്നൊടുക്കിയാൽ സ്വർഗം ലഭിക്കും എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഒരു അധ്യാപനം ഉൾക്കൊണ്ട് അതിലൂടെ പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ജാക്കിർ നായിക്കിൻ്റെ ഒക്കെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് ഉത്ബുദ്ധനായിക്കൊണ്ട് ഇറങ്ങി തിരിച്ചാണെന്നാണ് പറയുന്നത്. ഉറുദു ഭാഷയാണ് അതിലേക്ക് വഴിവെച്ചത്. ഒന്നാമത്തെ ഘടകം ഉറുദുവും ഹിന്ദിയുമാണ് അതിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ താരിഖ് ജമീൽ എന്ന് പറയുന്ന ആള്, അതുപോലെ അസ്റാർ അഹമ്മദ് എന്ന് പറയുന്ന ആള്, പിന്നെ ഈ പറയുന്ന നമ്മളെ ജാക്കിർ നായിക് ആയാലും ഇവരെല്ലാം തന്നെ കോമൺ ആയിട്ടൊരു സംഗതി ഉള്ളത്, അവർക്ക് അറിയാവുന്ന ഭാഷ എന്ന് പറയുന്നത് അത് ഹിന്ദി ഉറുദു ആകുന്നു. അത് സൈഫിയെ പോലെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാകുമ്പോൾ പഠിക്കുന്ന സംഗതി ഇത് തന്നെയാണ്. ഇസ്ലാമിലൊരു അധ്യാപനം എന്ന് പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ നന്മ ചെയ്താലും, നിങ്ങൾ എന്തെല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ജിഹാദ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നന്മ അത്ര വലിയ നന്മയൊന്നുമല്ല. നിങ്ങൾ അതും കൂടി ചെയ്യണം, ജിഹാദും കൂടി വന്നാലാണ് ഈ നന്മകളുടെ ഒരു പൂർത്തീകരണം ആവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അധ്യാപനമുണ്ട്. ഇതെവിടെ പഠിക്കുന്നത്? ഇന്ന് നമ്മളുടെ സാധാരണ മദ്രസയിലൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇത് ഒരു ലെവൽ കൂടി കഴിയുമ്പോൾ നമ്മളുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പൊ PhD ലെവൽ മദ്രസ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അങ്ങനെ ലെവലിലേക്കൊക്കെ വരുമ്പോൾ പഠിപ്പിക്കുന്ന സാധനമാണ് കാഫിറുകളായിട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യണം. അവിടെ ഈ വല ബറ എന്ന് പറയുന്ന ഒരു വിഷയം, അതായത് നമ്മൾ ഈ പറയുന്ന കാഫിറുകളായിട്ടുള്ള ആളുകളോട് അവരോട് ഏത് രീതിയിലാണ് ഡിസവോവലായിട്ടും ലോയാലിറ്റി ആയിട്ടും നമ്മൾ കാണിക്കേണ്ടത്, എങ്ങനെ ആയിരിക്കണം അവരോട് വർദ്ധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മേഖലയുണ്ട്. അത് പഠിപ്പിച്ച ഒരു പ്രസംഗത്തിന്റെ പേരിലാണ് ഷംസുദ്ദീൻ ബാലത്ത് എന്ന് പറയുന്ന മറ്റൊരു പുരോഹിതൻ കേരളത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ചിരുന്ന ആള് ജയിലിലായിട്ട് അവിടെ കിടക്കുന്നത്, അറസ്റ്റിലായതാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ഈ മതത്തിൽ തന്നെയുള്ള സാധനമാണ്. ഇത് തീവ്രവാദ എന്ന് നമ്മൾ വിളിക്കുന്നു. സത്യത്തിൽ ഇത് മതമാണ്. ഇത് എടുക്കുന്ന ആളുകളെ നമ്മൾ തീവ്രവാദിയായിട്ട് നമുക്ക് തോന്നുകയാണ്. സത്യത്തിൽ ഇത് മതത്തിന്റെ സാധനമാണ്. ഇത് ബാക്കി സാധാരണ മുസ്ലിങ്ങൾ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് അവന്റെ തലയിലേക്ക് അത് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ
അവൻ അതിനനുസരിച്ച് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവനെ പിന്നെ വിളിക്കുന്ന പേര് മാത്രമാണ് അവനൊരു തീവ്രവാദി മുസ്ലിമാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവുമെന്ന് നമ്മൾ പറയുന്നതാണ്. നമ്മളൊക്കെ ഇസ്ലാം പഠിച്ചു, ഇതിങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ആകുമായിരുന്ന അല്ലെങ്കിൽ ഒരു ജിഹാദി ആകുമായിരുന്ന ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയായി ജീവിച്ചിരുന്ന എന്നെ പോലുള്ള ആളുകൾ ആ വഴിയിലേക്ക് പോകാതെ നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് ചാടി ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് വെച്ചാൽ ഒരു ജിഹാദി ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അവന്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമുമാണ്. കാരണം എന്താണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ മുന്നിലുള്ള ഓപ്ഷൻ ഇതാണ്, ഒന്നുകിൽ അത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അതിന്റെ വഴി പോയിട്ട് ആ ഹൂറികളെ ഉറപ്പാക്കുക. ഇതാണ് അവന്റെ മുന്നിലുള്ള വഴിയുള്ളൂ. ഇവിടെ സൈഫി എന്താ ചെയ്തത്? ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ വിഷയം കൂടുതൽ അറിയേണ്ട ഒരു ആഗ്രഹം നമുക്കുള്ളതുകൊണ്ട് അതിന് അന്വേഷിച്ചപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് സൈഫി വളരെയധികം പോൺ അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു ഗിൽറ്റ് കോംപ്ലക്സ്, ആ ഗിൽറ്റ് കോംപ്ലക്സിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ആൾ അന്വേഷിച്ച് നടന്ന, ഇതിൽ പറയുന്നുണ്ട് വാർത്തയിൽ നിങ്ങൾ കണ്ടു കാണും, ലൈഫ് സ്റ്റൈൽ ആണ് പുള്ളിയുടെ വലിയ പ്രശ്നമായിരുന്നു. ആ ലൈഫ് സ്റ്റൈലിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു കുറ്റബോധം, ആ കുറ്റബോധം ഈ മതങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഈ കുറ്റബോധം കുത്തി നിറയ്ക്കുക എന്നുള്ളതാണ് ഈ മതങ്ങൾ പൊതുവെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നം. ഇസ്ലാമിൽ അത് വളരെയധികം കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണ്. കാരണം ഈ തരത്തിലൊരു കുറ്റം ചെയ്തു എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കി അതിന് പരിഹാരം നിങ്ങൾ തേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലെത്തും. ആ നരകത്തിലെത്തുന്നതിന് മുന്നേ ഖബറിലെ ശിക്ഷ വരെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഓരോ മുസ്ലിമിനെ ഇവിടെ ജീവിക്കാൻ വിടുന്നത്. മദ്രസയിൽ നിന്ന് തുടങ്ങുന്ന സാധനമാണ് ഈ പേടിപ്പിക്കലും ഈ കൊതിപ്പിക്കലും തന്നെയാണ് ഓരോ മതവും ഉള്ളത്, ഇസ്ലാം പ്രത്യേകിച്ചുള്ളത്. ഇസ്ലാമിൽ ഇത് വളരെ കൂടുതലാണ്. അത് വളരെ ചെറിയ പ്രായത്തിൽ ഈ മദ്രസകളിൽ നിന്ന് വെച്ചു കൊടുക്കുന്ന സാധനം കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞാണ് ഇതുപോലെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. അത് സ്വന്തം ജീവിതത്തിൽ വേറൊരാളുടെ തലയിലേക്കൊന്നും കയറിയിട്ടില്ലെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഇതുപോലെ ഒരു ഫോൺ അഡിക്റ്റ് ആവുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗിൽറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാകുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അതിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് എന്ത് ചെയ്യും എന്ന അന്വേഷണം, ആ അന്വേഷണമാണ് ഇവനെ കൊണ്ടെത്തിച്ചത്. എവിടെ ഈ പറയുന്ന ജാക്കിർ നായിക്കിലേക്ക് കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ താരിഖ് ജമീലിലേക്ക് കൊണ്ടെത്തിയത്, മുഫ്തി താരിഖ് മസൂദിലേക്ക് കൊണ്ടെത്തിച്ചത്, തൈമൂർ അഹമ്മദിലേക്ക് കൊണ്ടെത്തിച്ചത്. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ അവർ കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇനി ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്ത് അതിൽ ഒറ്റയടിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, നമ്മൾ ഈ ലോട്ടറി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ ലോട്ടറി എടുക്കാം, ബമ്പറും എടുക്കാം. ഇതൊരു ബമ്പറാണ്. ഈ പറയുന്ന കാഫിറുകളെ കൊന്നു തള്ളുക എന്ന് പറയുന്നത് ഒരു ജിഹാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബമ്പറാണ്. അതെടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഷോട്ടിന് നിങ്ങൾ ഇതുവരെ ചെയ്ത സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ മായ്ക്കപ്പെടുന്നുള്ളതാണ്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങളൊരു കാഫിറായിട്ടുള്ള ഒരാളെ ഇതുപോലെ ഒരു വിഷയത്തിന് ഡിസ്ബിലീഫിന്റെ പേരിൽ നിങ്ങൾ കൊന്നാൽ ആ കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരുമിച്ച് നരകത്തിൽ കിടക്കില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ കൊന്നവൻ സ്വർഗത്തിലും കൊല്ലപ്പെട്ടവൻ കാഫിറായതിന്റെ പേരിൽ നരകത്തിലേക്കും ആണ് പോവുക. ഇതാണ് ഇസ്ലാമിലെ അധ്യാപനം. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള സംഗതികൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. ഇത് കേൾക്കാത്ത സാധാരണ വിശ്വാസികൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എന്തോ നുണ പറഞ്ഞു എന്നൊക്കെ തോന്നും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിതാബ് എടുത്ത് വെച്ച് തുറന്ന് നോക്കുക, ഉസ്താദുമാർ പറയുന്ന പ്രസംഗങ്ങൾ എടുത്ത് വെച്ച് നോക്കുക. ചില വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഉസ്താദുമാർ തോക്കുമായിട്ട് ഇരുന്നിട്ടാണ് പള്ളിയിൽ ഇരുന്നിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എത്ര നന്മ ചെയ്താലും കാര്യമൊന്നുമില്ല, ഒരു കാഫിറിനെ നിങ്ങൾ കൊന്നു തള്ളിയാൽ അതാണ് ഏറ്റവും മികച്ച പുണ്യം എന്ന് പഠിപ്പിക്കുന്ന തോക്കും വെച്ചുകൊണ്ട് പള്ളിയിൽ ഇരുന്ന് കുത്തുബ പറയുന്ന ഉസ്താദുമാരെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് വെച്ചുകൊണ്ട് ആളുകളെ നരകഭയത്തിലേക്കും ഈ ഖബർ ശിക്ഷയിലേക്കൊക്കെ കൊണ്ടെത്തിച്ചുകൊണ്ട് അങ്ങനെ മനുഷ്യനെ ഇതുപോലെ ഒരു വലിയ കുഴപ്പത്തിൽ ചാടിച്ച് അതിൻ്റെ പേരിൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഈ ഇസ്ലാമിൻ്റെ ഇരകളാക്കി മാറ്റുമ്പോൾ ഇതിൻ്റെ ആ ഒരു ദുരിതം മുഴുവൻ പേറേണ്ടി വരുന്നത് സാധാരണ ഈ മനുഷ്യന്മാരായിട്ടുള്ള ആളുകളാണ്. അവിടെയാണ് നമ്മൾ ഈ വിമർശനം നമ്മൾ ഇനിയും കൂടുതൽ ചെയ്യണമെന്ന് പറയുന്നതും ഇത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ മാധ്യമങ്ങളുടെ പങ്ക് വരുന്നത്. അവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. കാരണം എന്താ, ഇതിപ്പോൾ ഒരു കൂടോത്രത്തിന്റെ വിഷയമായിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു അതിന്റെ പേരിലുള്ള ഒരു ചർച്ചയായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ മാധ്യമത്തിനും വലിയ താല്പര്യമാണ്. ഗണപതി മിത്താണെന്ന് പറയാൻ ആർക്കും ഇവിടെ പ്രശ്നമില്ല. പക്ഷെ സമാനമായ രീതിയിൽ ഒരു അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കണം, അള്ളാഹുവും മിത്താണെന്ന് പറയാൻ എത്ര മാധ്യമങ്ങൾക്ക് സാധിക്കും എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ആ രീതിയിൽ എല്ലാ മതത്തിലും ഉള്ള വിഷയങ്ങളെ നിങ്ങൾക്ക് അനാചാരങ്ങളായിട്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ തീവ്രവാദമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളെ പച്ചയ്ക്ക് പറയാൻ കഴിയണം. അതിനെ സ്പെയ്ഡായിട്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റണം. അത് പറ്റുന്നില്ല, അത് മാധ്യമങ്ങൾക്കേ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകൾക്ക് പറ്റുക? അവിടെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഇറങ്ങി തിരിച്ച് ഇത് നോർമലൈസ് ചെയ്ത് ഈ ഭയമില്ലാതെയാക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്ത് ജനങ്ങൾ മൊത്തത്തിൽ ഇത് പറയുന്ന അവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ഇന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മളുടെ പണിയൊക്കെ വളരെ കുറവാണ്. കാരണം എന്താ, ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പോയിട്ട് ഇതുപോലെ മതം വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേരെങ്കിലും മിനിമം അവൻ്റെ ചുറ്റിനും ഉണ്ടാവും. അതങ്ങനെയല്ല
കോയ കാര്യങ്ങൾ, അങ്ങനെയല്ല വിഷയം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സാധാരണക്കാർ ഇന്ന് അവന്റെ ചുറ്റിനും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇതൊരു സോഷ്യൽ ഒരു റിഫോർമേഷനാണ് നടക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയാണ്, അത് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് നമ്മളത് ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ.